മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 84-ാമത്തെ ദശകത്തിൽ 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. തവ ഖലു ദയിതാജനൈഃ സമേതാ നൃപദസുതാ ത്വയി ഗാഢഭക്തിഭാരാ തദുദിത ഭവദാ ഹൃതി പ്രകാരൈരതിമുദേ സമമന്യഭാമിനീഭിഃ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കുരുപാണ്ഡവാദി മിത്രങ്ങളെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞു. കുരുപാണ്ഡവാദി മിത്രങ്ങളെ കണ്ടുമുട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം അവരുടെ ഭാര്യമാരും ഒക്കെ ഉണ്ട്. യദുകുലത്തിലെ ഭഗവാന്റെ പത്നിമാരുണ്ട്, മറ്റവരുടെ പത്നിമാരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും കൂടി ചേർന്നപ്പോൾ പാഞ്ചാലിയുടെ കഥയാണ് പറയുന്നത്. അവിടെ പാഞ്ചാലിക്ക് വളരെ സന്തോഷമായി എന്നുള്ളത് പറയുകയാണ്. തവ ഖലു ദയിതാജനൈഹി സമേത, അങ്ങയുടെ ദയിതാജനങ്ങളോടുകൂടി ചേർന്നതായിട്ട് അവിടെ കണ്ടുമുട്ടി. ഭഗവാന്റെ പത്നിമാരെയും കാണാനിടയായി. അവിടെ ദ്രൗപദി ഭഗവാന്റെ പത്നിമാരായിട്ട് ചേർന്നു. അവര് സ്ത്രീകൾ ഒക്കെ കൂടിയപ്പോൾ അവിടെ ഭഗവാന്റെ പത്നിമാരും ദ്രൗപദിയായിട്ടുള്ളതായിട്ടുള്ള സംഭാഷണമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ തവ ഖലു ദയിതാജനൈഹി സമേത, തവ അങ്ങയുടെ ദയിതാജനൈഹി ദയിതകളോടുകൂടി പത്നിമാരോടുകൂടി ചേർന്നതായിട്ടുള്ള കണ്ടുമുട്ടിയതായിട്ടുള്ള ദ്രൗപദി, ദ്രുപദസുത ദ്രുപദൻ്റെ പുത്രിയായിട്ടുള്ള പാഞ്ചാലി, ത്വയി ഗാഢഭക്തിഭാര, അവിടെ വലിയ ഭക്തയാണ് ദ്രൗപദി. പാഞ്ചാലിക്ക് കൃഷ്ണനോട് വളരെ വലിയ ഭക്തിയാണ്, കൃഷ്ണനെ വലിയ ഭക്തിയാണ്. അപ്പം അങ്ങനെ ആ ഭക്തിയോട് കൂടിയതായിട്ടുള്ള ദ്രൗപദി പത്നിമാരെയൊക്കെ കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എന്നിട്ട് തദുദിത ഭവദാഹൃതി പ്രകാരൈഹി, അപ്പോൾ അവരൊക്കെ കഥകൾ വർത്തമാനം പറയണ കൂട്ടത്തിൽ ഓരോരുത്തരും എങ്ങനെയാണ് ഭഗവാന്റെ പത്നിമാരായിട്ട് തീരാനുണ്ടായ കാരണം എന്താണ്, ഓരോരുത്തരും എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്നുള്ളത് ഓരോരുത്തരുടെയും വിവാഹത്തിൻ്റെ സമ്പ്രദായമൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. 8 ഭാര്യമാരുണ്ടായി എന്നും അത് കഴിഞ്ഞ് ആ 16,000 ഭാര്യമാരെ പിന്നീട് സ്വീകരിച്ചതും ഒക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവരൊക്കെ എങ്ങനെ ഭഗവാന്റെ പത്നിമാരായി തീർന്നു എന്നുള്ളതൊക്കെ എല്ലാവരോടും ചോദിച്ച് മനസ്സിലാക്കി. അതൊക്കെ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, ഒക്കെ വർത്തമാനം പറഞ്ഞ് അവരൊക്കെ ഓരോരുത്തരും തങ്ങൾക്ക് എങ്ങനെയാണ് ഭഗവാനിൽ തൃപ്തി ഉണ്ടായത്, താല്പര്യം ഉണ്ടായത് എന്നും ആ വിവാഹത്തിനുള്ളതായിട്ടുള്ള കാരണം എങ്ങനെയൊക്കെയാണ് ഉണ്ടായതെന്നും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു. അപ്പം അങ്ങനെ ആ തദുദിതം അവരാൽ ഭവദാഹൃതി പ്രകാരൈഹി, അങ്ങയുടേതായ ആഹൃതി കൊണ്ടുവരല്, ആഹരണം കൊണ്ടുവരല്. ആ പത്നിമാരെയൊക്കെ അങ്ങ് എങ്ങനെയാണ് കൊണ്ടുവന്നത്, വിവാഹം കഴിച്ച് കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ വിധപ്രകാരം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളത്, അതെങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ആ വിവാഹമൊക്കെ സംഭവിച്ചത് എന്നുള്ളതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തദുദിതം അവരാൽ പറയപ്പെട്ടു. ഓരോരുത്തരും പറഞ്ഞു എങ്ങനെയാണ് അവരവരെ വിവാഹം കഴിയാൻ കാരണം ഉണ്ടായതെന്നൊക്കെ എല്ലാവരും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ടപ്പോൾ അതിമുമുദേ വളരെ സന്തോഷിച്ചു. സമം അന്യഭാമിനീഭിഹി സമം, എല്ലാ മറ്റു പത്നിമാരോടും കൂടി, പാണ്ഡവന്മാരുടെ പത്നിമാരെ എടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ പത്നിമാരെ എല്ലാവരോടും കൂടിയിട്ട് വർത്തമാനം പറഞ്ഞ് എല്ലാവരും സന്തോഷിച്ചു എന്ന് അങ്ങനെ എടുക്കാം. സമം അന്യഭാമിനീഭി, മറ്റ് അല്ലെങ്കിൽ ഭാമിനി എന്നുള്ളത് സ്ത്രീകൾ എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാം. അതിനെ മറ്റ് സ്ത്രീകളോടൊപ്പം എന്ന് വളരെ സന്തോഷിച്ചു. എല്ലാവർക്കും ഈ കഥകളൊക്കെ കേട്ടിട്ട് വളരെ സന്തോഷമായി. സമം അന്യഭാമിനീഭിഹി എന്ന്. ഇനി അടുത്ത ശ്ലോകം. തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാനതികുതുകാദുപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരംഗരേഖാ പശുപവധൂ സരസം ത്വമന്വയാസീ. ഇനി അത് കഴിഞ്ഞപ്പോഴേക്കും അപ്പുറത്ത് ഗോപന്മാരെ കാണാനിടയി എന്നുള്ളതാണ്. അപ്പം പാണ്ഡവന്മാരെ കണ്ടു, അവരായിട്ട് വർത്തമാനം പറഞ്ഞു. ദ്രൗപദി അവരുടെ ഭഗവാന്റെ സ്ത്രീകളായിട്ട് വർത്തമാനം പറഞ്ഞു. വളരെ സന്തോഷിച്ചുമായി. അപ്പോഴേക്കും വേറൊരു ഭാഗത്ത് സമന്തപഞ്ചകം എന്ന് പറയുമ്പോൾ ആ തീർത്ഥസ്ഥാനമാണല്ലോ, അവിടെ എല്ലാവർക്കും തീർത്ഥസ്ഥാനത്തിന് വന്നിട്ടുണ്ട്. ഗ്രഹണ സമയമാണ്, അതുകൊണ്ട് എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേറൊരു ഭാഗത്ത് അപ്പോഴേക്കും ഗോപന്മാരെ കണ്ടു എന്നാണ്. തദനുച ഭഗവൻ, തദനു അനന്തരം
ഭഗവൻ സംബോധന. നിരീക്ഷ്യ ഗോപാൻ, അപ്പോഴേക്കും ഗോപാൻ നിരീക്ഷ്യ, ഗോപന്മാരെ നിരീക്ഷ്യ കണ്ടിട്ട് അതികുതുകാതുപഗമ്യ മാനയിത്വ. അതികുതുകാത് വളരെ കൗതുകമായി, പെട്ടെന്ന് ഗോപന്മാരെയും കൂടിയും കണ്ടപ്പോഴേക്കും വളരെ സന്തോഷമായി, കൗതുകമായി. ഇവരെ ഇവിടെ കാണാറായില്ലോ എന്നുള്ളതായിട്ടുള്ള ആ കൗതുകം. അതികുതുകാത് ഉപഗമ്യ, അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. ഇപ്പം ഇവിടെ രാജ്യം ഭരിക്കണ ആളാണ്, രാജാവായിട്ടല്ലാന്ന് വെച്ചാലും രാജാവിൻ്റെ രാജാവായിട്ട് മാതിരി തന്നെയാണ് പ്രവൃത്തിയൊക്കെ. എല്ലാ കാര്യങ്ങളും നടത്താൻ കൃഷ്ണനും ബലരാമനും തന്നെയാണ്. അപ്പോൾ രാജാവ് ഈ ആയിട്ടില്ല എന്നുണ്ടെങ്കിലും കാര്യങ്ങൾ നടത്താനൊക്കെ ഇവർ തന്നെയാണ്. അപ്പം അങ്ങനെയാണെങ്കിലും ഈ ഗോപന്മാരെ കണ്ടപ്പോൾ വേഗം സന്തോഷമായിട്ട് അവരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു എന്നാണ്. അതികുതുകാതുപഗമ്യ മാനയിത്വ, അവരെ വേണ്ട വിധത്തിൽ ബഹുമാനിച്ചു. എല്ലാവരെയും ഗോപന്മാരെ മുഴുവൻ വളരെയധികം മാനിച്ചു. മാനയിത്വ, അവരെ വേണ്ട വിധം ബഹുമാനിച്ചിട്ട് അത് കഴിഞ്ഞ് ഗോപന്മാരെയൊക്കെ ബഹുമാനിക്കൽ കഴിഞ്ഞു. ഇനിയോ എന്നിട്ട് ചിരതര വിരഹാതുരംഗരേഖാ പശുപവധൂഹു സരസം ത്വമന്വയാസീഹി. അവിടെ ഗോപന്മാർ വന്നപ്പോൾ അവിടെ ഭഗവാനെ കാണാനായിട്ട് താല്പര്യമുള്ളതായിട്ടുള്ള വേറെ ചിലരും കൂടിയുണ്ട്. ആ ഗോപസ്ത്രീകൾ വളരെ കാലം അവരുടെയൊക്കെ ഒപ്പം കളിച്ചു നടന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ഗോപസ്ത്രീകളെ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ ഗോപന്മാരെയൊക്കെ മാനിച്ചതിന് ശേഷം ചിരതര വിരഹാതുരംഗരേഖാ, അംഗരേഖകളായിട്ട് തീർന്നിട്ടുണ്ട്, വര പോലെ ആയിട്ടുണ്ട് അവരൊക്കെ അംഗങ്ങളൊക്കെ എന്നുള്ളതാണ്. അതായത് വളരെ ചടച്ചിരിക്കണു ചിരതര വിരഹം കൊണ്ട് അംഗരേഖകളോട് കൂടിയതായിട്ടുള്ള സ്ത്രീകളെ വളരെ കാലമായിട്ടുള്ളതായിട്ടുള്ള വിരഹം കൊണ്ട് അംഗങ്ങളൊക്കെ അവയവങ്ങളൊക്കെ വളരെ ചടച്ച രേഖകൾ പോലെ വര പോലെ ആയിട്ടുണ്ട് എന്ന് പറയുകയും അപ്പം അങ്ങനെ ചടച്ചിരിക്കണു നല്ലോണം എന്നുള്ളതാണ് എല്ലാവരും. അങ്ങനെ അംഗരേഖ വിരഹ അംഗരേഖ, വിരഹം കൊണ്ട് അംഗരേഖകളായിട്ട് തീർന്നതായ ആ ഗോപസ്ത്രീകളെ ചിരതര അംഗരേഖാ പശുപവധുക്കളെ, ആ ഗോപസ്ത്രീകളെ സരസം ത്വമന്വയാസീഹി, വളരെ സന്തോഷത്തോടു കൂടി അങ്ങ് അവരുടെ അടുത്തേക്ക് ചെന്നു എന്നാണ്. ഗോപന്മാരുടെ അടുത്ത് ചെന്നു, അവരെ മാനിച്ചു. അതിനുശേഷം ഈ ഗോപസ്ത്രീകളുടെ സമീപത്തേക്ക് അങ്ങോട്ട് പോയി. സരസംത്വം അന്വയാസീഹി സമീപത്തേക്ക് പോയി, അവരുടെ അടുത്തേക്ക് ഭഗവാൻ ചെന്നു എന്നാണ്. ഗോപസ്ത്രീകളുടെ അടുത്തേക്ക് അങ്ങ് ചെന്നു എന്നുള്ളതാണ്. തവ ഖലു ദയിതാജനൈ സമേതാ നൃപദസുതാ ത്വയി ഗാഢഭക്തിഭാരാ തദുദിത ഭവദാ ഹൃതി പ്രകാരൈരതിമൂദേ സമമന്യഭാമിനീഭിഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അവിടെ വധുജനത്തോടൊപ്പം അപ്പോൾ തവ ദൃഢഭക്തയതായ കൃഷ്ണദാനം അവരുടെ കഥ അങ്ങയോട് ചേർന്നുള്ളതു കുതുകമ്പത കേട്ടു താമസിച്ചു. തദനു ച ഭഗവൻ നിരീക്ഷ്യ ഗോപാനതികുതുകാതുപഗമ്യമാനയിത്വാ ചിരതര വിരഹാതുരംഗരേഖാ പശുപവധൂ സരസം ത്വമന്വയാസീഹി. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. പശുപരെ അവിടങ്ങു കണ്ടുമുട്ടി അതിരസമോടയടുത്തു തൃപ്തരാക്കി ഒരു വരസമമാം വിയോഗ ദുഃഖാൽ പ്രിയതമ ഗോപികളോടു ചേർന്നു മോദാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.